കുറെ പേര് ഡയനയുടെ ക്ലിപ്പും ഇത് പറയണതൊക്കെ പോലെ ഓരോ ഗ്രൂപ്പിലും അത് ഇതിലൊക്കെ കൊണ്ടിട്ട്. അപ്പോ ഈ പറയണത് പോലെ കണ്ണാപ്പിക്കും അത് നല്ലതുപോലെ ട്രിഗറായി. നല്ലതുപോലെ കണ്ണാപ്പിക്കും ട്രിഗർ ആയ സമയത്ത് എല്ലാവർക്കും ട്രിഗറായി. അപ്പൊ ഒരു ഇത്രയും വലിയ ഒരു ഇഷ്യൂ വെളിയിൽ ട്രിഗർ ആയിട്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരുടെ സൈഡിലും പ്രശ്നമൊന്നും ഉണ്ടാവാതെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സ്ട്രീമേഴ്സ് വേറുണ്ട്. അഭിപ്രായം പറയാത്ത ആൾക്കാരെല്ലാം ഒരുപാട് പേരുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒരു സ്ഥാനത്ത് കയറി സംസാരിച്ചുകൊണ്ടാണ് ഡയനക്ക് ഈ പറയണത് പോലെ ഓഡിയൻസിന്റെ സൈഡിൽ നിന്നും വന്നത്. അപ്പൊ ഡയന ഒരു ദിവസം ജസ്റ്റ് ആലോചിച്ച് നോക്കി, ഒരു ദിവസം ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചപ്പോൾ ഡയനയ്ക്ക് വന്ന മെസ്സേജും ടോക്സിസിറ്റി എത്രയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് ഇത് കൊണ്ടു നടക്കണ എന്റെ അവസ്ഥ എന്താന്ന് ജസ്റ്റ് ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതും പോട്ടെ, അതൊന്നും വേണ്ട, അതൊന്നും ആലോചിക്കണ്ട. അതും കഴിഞ്ഞിട്ട് കണ്ണാപ്പിക്കും ബാക്കിയുള്ള മെമ്പേഴ്സിനും എല്ലാം ഇത് ബാഡായി. കാരണം ഇത്രയും നാളും നമ്മുടെ കൂടെ ഇതിനായിട്ട് നിന്നിട്ട് ഈ പറയണത് പോലെ പെട്ടെന്ന് ഒരു ദിവസം വേറൊരാളുടെ POV കണ്ടിട്ട് നമ്മളെ പറ്റി ഒരു ചെറിയതായിട്ടെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ ഈ പറയണ പോലെ ഇത്ര നാൾ കണ്ടു വന്നതുകൊണ്ട് ഈ പറയണത് പോലെ ഇതായതാണ്. സോ ദേ കാൻ ടോക്ക് അബൌട്ട് എനി ഒപ്പീനിയൻ ആൻഡ് ഹാവ് ടു ബിഹോൾഡ് ഇറ്റ്സ് ഡ്യൂ ടു ദ ടോക്സിസിറ്റി ഓഫ് പീപ്പിൾ. നല്ലതാ ബ്രോ, അങ്ങനെയല്ല പറയുന്നേ, ഞാൻ അങ്ങനെയല്ല പറയുന്നേ. ഇതില് ഒരു സൈഡ് മാത്രം മാന്യന്മാരാണെന്ന് ഞാൻ പറയുന്നില്ല. ടിവിയുടെ ഓഡിയൻസ് അല്ലെങ്കിൽ ടിവിയുടെ അകത്തുനിന്ന് അവിടെ പോയി പറഞ്ഞ ആൾക്കാരൊക്കെ നല്ലവരാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ സിറ്റുവേഷൻ എങ്ങനെയാ മുതലെടുത്തതെന്ന് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഒരാളെ ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാ? ഒരു എന്തെങ്കിലും പറ്റിയ പോട്ടെ ഡയന അല്ലെങ്കിൽ എങ്ങനെ? അപ്പോഴത്തേക്കിന് ഒരു കൂട്ടം ആൾക്കാർ അവിടെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചാല് MRC, ഇതാണ് MRCയുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് മറ്റേ എന്താ യെല്ലോ കളർ ഹാർട്ട് സ്പാം ചെയ്യുക. യെല്ലോ കളർ അല്ല യെല്ലോ കളർ ഇത് പറയാ. അവിടെ നമ്മളെ മറ്റേ ഇതാക്കി. ബ്രോ, ഡയനയൊക്കെ ഞങ്ങൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ ഈ ഡയനയ്ക്ക് വന്ന ഹെൽത്ത് ഇഷ്യൂസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അല്ല നിങ്ങൾ ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ പോയിട്ട്? ഈ പറയണ ഈ സ്പാം ചെയ്ത ഏതെങ്കിലും ഒരുത്തൻ. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് റിയൽ ലൈഫിൽ ഞാൻ ആ കമ്മിറ്റ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, ആ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഞാൻ അവളോട് സംസാരിക്കാറുള്ള ആളാണ്. മനസ്സിലായ? അത് സംസാരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന്. അപ്പം ഞാൻ അത് ഡയനയ്ക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ഡയനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ടൈമിൽ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് രണ്ടുപേരിലും ഇല്ലാത്ത ആൾക്കാർ പോലും ഇത് വൾഗറാക്കാൻ വേണ്ടി അവളുടെ അടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ കണ്ണാപ്പി പറഞ്ഞത് ഗ്യാങ്ങിൽ ഒരാൾക്കും ആ കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് കണ്ണാപ്പിയെ ഞാൻ അന്നേരം തന്നെ വിളിച്ച് വിലക്കുകയും ചെയ്തു. ഇനി അത് സംസാരിക്കില്ലെന്ന് പറയുകയും ചെയ്ത്. പിന്നെ കണ്ണാപ്പിയുടെ അടുത്തൊക്കെ ഇതിന്റെ കാര്യം അവൻ മോശമായിട്ട് അവളെ ഒരു വാക്കോ ചീത്തയോ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ പറഞ്ഞു, അവൻ എക്സ്പ്രസ് ചെയ്തു. അതിന്റെ അപ്പുറത്തോട്ട് ഇരുന്ന് അപരാധിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ഫോൺ വിളിച്ചത് വിലക്കുകയും ചെയ്തു. അതിൽ കൂടുതലൊന്നും ചെയ്യാനില്ല. മനസ്സിലായ? എന്നുവെച്ചാൽ അവളുടെ ചാറ്റിലും അതിനകത്ത് കുറെ പേര് ഈ പറയണത് പോലെ വന്ന് അവളെയും ട്രിഗർ ആക്കിയിട്ടുണ്ടാവാം. അത് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. ഞാൻ അന്നേരം പോയിന്റ് ഓഫ് വ്യൂ കാണുമ്പോൾ എന്നെ ഡയന ഫോൺ വിളിച്ചായിരുന്നു, കണ്ണാപ്പിയെ വിളിച്ച് കാര്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ അത് അതേപോലെ ചെയ്തിട്ടുണ്ട്. കണ്ണാപ്പിയെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിർത്തിക്കോ, ഇനി ഇതിനെപ്പറ്റി സംസാരിക്കരുത്, ഇതാക്കിക്കോളാം എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്ത്. അതങ്ങനെ വിട്ടു. നമ്മൾക്കല്ലാതെ അതിന് മുകളിലോട്ട് അതൊക്കെ ഡയനയുടെ ഇഷ്ടമാണ്. MRCയുടെ ക്ലിപ്പ് കാണണോ, TVയുടെ ക്ലിപ്പ് കാണണോ, അതൊക്കെ ഡയനയുടെ ഇഷ്ടമാണ്. നമ്മൾ ആരും പറയത്തില്ല. അതൊക്കെ സ്ട്രീമറിന്റെ താല്പര്യം. ഒപ്പീനിയൻസ് പറയാം, എന്ത് വേണേ പറയാം. പക്ഷെ ഒപ്പീനിയൻസ് പറയുമ്പോൾ സെൻസിറ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് ക്രിറ്റിസിസം വരുമെന്നുള്ള ബോധം വേണം. അത് മാത്രമേ ഉള്ളൂ. അഭിപ്രായങ്ങൾ ആർക്ക് വേണേലും പറയാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനത്തെ ടൈമിൽ പറയുമ്പോൾ ക്രിറ്റിസിസം വരുമ്പം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സ്ട്രെങ്ത് കൂടെ വേണം. അല്ലാതെ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് ഈ പറയണത് പോലെ എന്നെ ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറയുന്നു, ഇതാക്കുന്നു എന്ന് പറഞ്ഞ് ബാക്ക് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്തേ ഉള്ളൂ. കണ്ണാപ്പിനെ കുറിച്ചോ പറയണത് മാത്രമേ കണ്ണാപ്പി റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് അവൻ വേറെ ഒരു കാര്യത്തിൽ ഇടപെടാനോ ഇന്നവരെ വന്നിട്ടില്ല. ടിവിനെ പറ്റിയോ അല്ലെങ്കിൽ കണ്ണാപ്പിയെ പറ്റിയോ വരുന്ന കാര്യങ്ങൾ മാത്രമേ അവർ റിയാക്ട് ചെയ്യാറുള്ളൂ. അത്രേ ഉള്ളൂ. എല്ലായിടത്തും പറയാനുള്ളതാണ്. റിയാക്ട് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് നമ്മുടെ സൈഡിലുള്ള റിയാക്ട് ചെയ്യും. ഇന്നും കൂടെ ചെയ്ത് കണ്ണാപ്പി. ഇന്നും കൂടെ കണ്ട ക്ലിപ്പ് വീണ്ടും എടുത്തിട്ട് കണ്ട് മനസ്സിലായോ?